ഇവിടങ്ങളിൽ വേറെയും ഒരു കാര്യമുണ്ട്. ഇവര് നേരം വിളിക്കുമ്പോ ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുത്ത്, എല്ലാ വീട്ടിലും അല്ല, ഭർത്താവിന് എന്തെങ്കിലും കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞു പോവും. ഒരു കുട്ടയുടെ അകത്തുള്ള സാധനം വിറ്റ് തലച്ചമുടായി നടന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി പെറുക്കി കൊണ്ടുവന്നാൽ വഴി വെച്ച് ഇവനൊരു വിനയം കാണിക്കുന്നു. 10 പൈസ വേണമെന്ന, അങ്ങനെ 10 പൈസ 100 പൈസയാക്കി ഇയാൾ എവിടെയെങ്കിലും പോയി അല്പം ഒന്ന് മണിപ്പിച്ചിട്ട് വന്ന് ഇതൊക്കെ വെന്ത് വരുമ്പോ ഒരു അരിയും ബഹളവും സ്നേഹവും അങ്ങ് തുടങ്ങും. ഇത് കണ്ട മക്കൾക്ക് വലിയ സൗകര്യമാണ്. അല്ലാത്തടത്ത് ഈ മേശപ്പുറത്ത് കയറി. ഇതാണ് ഇന്നത്തെ വീട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? നിങ്ങളെങ്ങനെ മാറും? ഒരിക്കലും സാധിക്കില്ല. സാധിക്കാത്ത ഒരു വിഷയമാണ്. കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, 5-10 ഏക്കർ മുളക് പറിക്കാനുള്ള ഒരു കൃഷിക്കാരനാണെങ്കിൽ ഇവന്റെ 4 മൂലയ്ക്ക് 4 പെട്ടി കെട്ടി തൂക്കിയിരിക്കുക. ശരിയാ പറ്റോ? അതെന്തൊരു ശരിയാ? ഇവനും ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇടയിൽ ഒരു നേരം കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ട് കാട്ടിക്കയറി, അതെ, പാറ പിടിച്ച് ചത്തിട്ട് അവിടെ നിന്ന് കയറി വന്ന സ്ഥലത്താണ് ഇതുണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കും? നിങ്ങളോട് എന്ത് പറയാനാണ്? ഒരു കാര്യത്തിന് നിങ്ങളോടൊന്നും പറയാൻ കഴിയും. പിന്നെ രാഷ്ട്രീയവും മറ്റുള്ള കാര്യം പറയുകയും വേണ്ട. ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറാനും പോകുന്നില്ല. ഇതിനൊരു ഉപാധി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറെ വിശ്വസിക്കുന്നവരും വരുന്നുണ്ട്, സ്നേഹിക്കുന്നവരും സന്തോഷപ്പെടുന്നവരും വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും കാണാനുള്ള കണ്ണില്ല. എന്താണ് കാരണം? നിങ്ങളുടെ വാസന. നിങ്ങൾ എന്ത് പറഞ്ഞ് കേൾപ്പിച്ചാലും വീട്ടിൽ ചെല്ലുമ്പോൾ മറന്നുപോകും. മറക്കത്തക്ക കാര്യങ്ങൾ അവിടെ ഉണ്ട്. വീട് നിങ്ങളുമായിട്ട് ഉരുട്ടിപ്പിടിച്ച് സ്വയം ജീവന് ശാന്തിയില്ലാതെ ഇതിൽ 4-5 മക്കളും കൂടി വളർന്നു വന്നാൽ സുഖം.